ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞിന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ടോയ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഒരു 8-9 ടോയ്സ് ഉണ്ട്. ഇതിൽ അവൾക്ക് ഗുണപ്പെട്ടതും ഗുണപ്പെടാത്തതും അവളുടെ ഏജിന് പറ്റിയതും പറ്റാത്തതുമായിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ഓഫ് ടോയ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടായിരിക്കാം. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് 1 വയസ്സും 5 മാസവും ആയിട്ടുണ്ട് ഇവൾക്ക്. അപ്പോൾ ഇവൾക്ക് പറ്റുന്ന ടോയ്സും പറ്റാത്ത ടോയ്സും അങ്ങനത്തെ കുറച്ച് അതിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിലിതാ ഇങ്ങനെ ABCD എന്ന് പറഞ്ഞ 4 ലെറ്റേഴ്സും അതുപോലെ തന്നെ 4 ഷേപ്സും ഇതിലിങ്ങനെ 1 2 3 എന്ന് എഴുതിയിട്ടുമുണ്ട്. ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ നമുക്ക് അത് കൂടെ ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇടാൻ പറ്റും. ABC ഇതെല്ലാം ഈ 2 ഷേപ്സ് വെച്ചിട്ട് വരുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഹാൻഡ് കോർഡിനേഷൻ അതുപോലെ മോട്ടോർ സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ പറ്റിയൊരു ടോയാണ് ഇത്. എനിക്ക് തോന്നുന്നൊരു 2.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാവുന്നത്. ഇവൾക്ക് ആ ഷേപ്സ് ഒന്നും മനസ്സിലാവാനുള്ളൊരിതായിട്ടില്ല. അവൾ ഏതെങ്കിലുമൊക്കെ അതിനകത്തൂടെ ഇതകത്ത് ഇടുന്നത്. അപ്പം ഇതാണ് ഒരെണ്ണം. ഇതിങ്ങനെ തുറന്നിട്ട് നമുക്കിത് പുറത്തെടുക്കാം. ഇതിനൊരു ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ടോയാണ് കേട്ടോ. വലിയ വായിലിട്ടാൽ അങ്ങനെ വലിയ പ്രശ്നം വരുമെന്നൊന്നും പേടിക്കൊന്നും വേണ്ട. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലെറ്റേഴ്സാണ് കേട്ടോ. അപ്പം ഇതിന് ഞാനൊരു 9/10 കൊടുക്കും. അപ്പം നമ്മുടെ സെക്കൻഡ് ടോയ് ഇതാണ്. ഇതൊരു കിച്ചൺ സെറ്റാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് കേട്ടോ ഇത്. ഇതിൽ ഒരു ബ്രോക്കോളി, ഒരു കോണ്, പിന്നെ പൈപ്പ്, ഇതിങ്ങനെ തിരിക്കാനൊക്കെ പറ്റിയ ഹാൻഡിലൊക്കെ ഉണ്ട്. പൈപ്പ്, അതുപോലെ 2 പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ 2 സെറ്റ് കുറേ സ്പൂണുകളും, പിന്നെ കത്തി, തവി, പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ നമുക്ക് തൂക്കിയിടാം. പിന്നെ സോൾട്ട്, പെപ്പർ എന്ന് പറഞ്ഞിട്ട് 2 സാധനം. പിന്നെ ഇതൊരു ഇൻഡക്ഷൻ കുക്കർ പോലത്തെ ഒരു സാധനമാണ് ഇത്, കണ്ടില്ലേ? പിന്നെ ഇതിനൊരു അടപ്പ് വരുന്നുണ്ട്. ഇത് ഫുള്ള് വേറെ ആയിട്ടാണ് വന്നത്. നമ്മൾ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതെല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം വേറെ ആയിട്ടാണ് വന്നത്. അപ്പം ഇതാണ് വേറൊരു ടോയ്. കൊണ്ടുവന്ന സമയത്ത് ഇവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് അവൾക്ക് ഇത്രയും അങ്ങോട്ട് ഇതായിട്ടില്ലായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ നിന്നിട്ട് കുക്കിങ്ങൊക്കെ കണ്ടിട്ട് ഇവൾക്ക് പതുക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഇവളിങ്ങനെ പതുക്കെ എടുത്തിട്ട് ഇളക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം ഇത് നല്ല കിടില സംഭവമാണ് കേട്ടോ. ഒരു 3 വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറച്ചും കൂടെ അറിവായ കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ലതായിട്ട് ഇത് എൻജോയ് ചെയ്ത് കളിക്കുന്നത്. ഇത് നല്ലൊരു സാധനമാണ്. കാരണം അത് ഓർഗനൈസ് ചെയ്തേക്കുന്ന രീതിയും കാര്യങ്ങളും എല്ലാം നോക്കിയാൽ നല്ലൊരു ഓർഡറിൽ നല്ല നീറ്റായിട്ടാണ് അവരിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 9.5 കൊടുക്കാം. ഇത് നല്ലൊരു കിഡ്ലൻ ടോയാണ്. അപ്പോൾ നമ്പർ 3 എന്ന് പറയുന്നത് ഈ ഒരു ടോയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പൊതുവേ ഈ സ്വിച്ചിൽ കളിക്കാനുള്ളൊരു ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുതലാണ്. എൻ്റെ കുഞ്ഞിന് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇങ്ങനെ നമ്മൾ തിരക്കിയപ്പോൾ കിട്ടിയത്. ഇത് നല്ല കിഡിലമാണ്. ഞങ്ങൾക്ക് ശരിക്കും ഇത് പ്രയോജനപ്പെട്ടു. ഇങ്ങനെ ഇതിപ്പോൾ ബാറ്ററി ഇതിൻ്റെ കുറച്ച് തീരാറായിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇതെല്ലാം കത്താത്തതാ. ഇങ്ങനെ ഒരു 3-4 ടൈപ്പിലുള്ള സ്വിച്ചുകളുണ്ട് ഇതിനകത്ത്. എല്ലാം ഒരുപോലത്തെ അല്ല. കുറച്ചധികം നേരം ഒരു 10-20 മിനിറ്റോളം അവൾ ഇതിനകത്തിരുന്ന് കളിക്കും. അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ടോയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ബാറ്ററിയൊക്കെ എനിക്ക് നല്ല അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. നല്ല കിഡിലൻ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതും ഹാൻഡ് കോർഡിനേഷനൊക്കെ നല്ല അടിപൊളി ഒരു ടോയാണ്. ഇത് 10/10 ഞാൻ കൊടുക്കുന്നു. അത്രയ്ക്ക് അടിപൊളിയാണിത്. ഓക്കെ. അപ്പോൾ സൈലഫോണാണ്. 2 സ്റ്റിക്ക് വരുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഞെക്കിയൊക്കെ അവൾ കളിക്കും. അപ്പോൾ കൂടുതലും ഇഷ്ടം ഇതിൻ്റെ ഈ സ്റ്റിക്ക് കടിച്ചുകൊണ്ട് നടക്കാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇതും നല്ലൊരു സാധനമാണ്, നല്ലൊരു സംഭവമാണ്, നല്ലതാണ് കേട്ടോ. ഒരു 9.5/10 കൊടുക്കാം. അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ബനാന മങ്കി. ഇപ്പോൾ ഈ സംഭവം ഞാനിങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ഹൈപ്പർ ആവും,
എന്നിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മ്യൂസിക്കൊക്കെ കുറച്ച് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും, ഒരു വല്ലാത്തൊരു ഇതാണ്, ഒരു അത്ര സുഖമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ ചുമ്മാ അതൊക്കെ കുറച്ച് നേരമൊക്കെ വേണമെങ്കിൽ ഒന്ന് എൻഗേജ് ആക്കി ഇരുത്താൻ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. ഞാൻ അത്രയ്ക്കും അങ്ങോട്ട് ഇതിനെ അങ്ങോട്ട് എൻകറേജ് ചെയ്യത്തില്ല. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് അധികം നാളൊന്നും നിൽക്കത്തില്ല, കുറച്ച് ദിവസമൊക്കെ ഉള്ളൂ ഇതിൻ്റെ ബാറ്ററി ലൈഫ്. പിന്നെ അറൗണ്ട് അതിന് 3 ബാറ്ററിയും വേണം. അപ്പം ഇത് ഓക്കെ എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇതിന് ഞാനൊരു 4/10 അത്ര എനിക്ക്. നെക്സ്റ്റ് കുറച്ച് ആനിമൽസിൻ്റെ സെറ്റാണ് കേട്ടോ, ആനിമൽ കിങ്ഡം പോലെ. ഇതിൽ അത്യാവശ്യം എല്ലാ ആനിമൽസും ഉണ്ട്. കാണുന്നു വെച്ചാൽ നമുക്ക് ആനിമൽസിനെയൊക്കെ കുറിച്ച് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ നല്ലതാണ്. ഇവളുടെ ഈ ഏജിലൊന്നും പറ്റത്തില്ല, കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം കുറച്ച് ചെറുതാണ്, ഇത് വായിലിടാനുള്ളൊരു ടെൻഡൻസി വരും. അതുകൊണ്ട് എങ്കിലും നമുക്ക് ഈ ആനിമൽസിനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും പരിചയപ്പെടുത്തി കൊടുക്കാനും. മോളെ ആന എടുക്കുക, ആന 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 ഏതാ? ആന. ഓക്കെ, ഗുഡ് ഗേൾ. ജിറാഫിനെ എടുത്തേ, ജിറാഫ്. ഗുഡ് ഗേൾ. ഓക്കെ, ഇതുപോലെയൊക്കെ ചുമ്മാ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. പിന്നെ ഞാൻ ഇവൾക്കൊരു പറഞ്ഞു കൊടുക്കുന്ന കളി, ഇതിനെ ഞാൻ ഇങ്ങനെ കമത്തിയിട്ടിട്ട് ഇവളുടെ അടുത്ത് നേരെ എടുത്ത് വെക്കാൻ പറയും. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുഞ്ഞു കുറച്ച് നേരമൊക്കെ എൻഗേജ് ചെയ്ത് തിരുത്താനായിട്ട് ഇത് കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ചെറുതാണ്, വായിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നം. കുറച്ചുകൂടെ കൊച്ചുങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവേ ഉള്ളൂ. പിന്നെ ഇതിന് കളറൊക്കെ ചെറുതായിട്ട് പോകുന്നുണ്ട്, ചെറുതൊക്കെ. അപ്പം അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളേ ഉള്ളെങ്കിലും കൊള്ളാം, നല്ലതാണ് കേട്ടോ. ഇത് ഞാനൊരു 7/10 കൊടുക്കുന്നു. പരിചയപ്പെടുത്താൻ പോകുന്നത് 2 ബുക്കാണ് കേട്ടോ. മൈ മിനി പെൻസിൽ മാജിക്. ഞാൻ ഇത് വാങ്ങിയത് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ബുക്ക് കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു പിക്ചർ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളിത് പെൻസിലും കൊണ്ട് വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ തെളിഞ്ഞു വരും. അമ്മ തരാം കേട്ടോ. എന്താ തെളിയാത്ത? ഇതാ കണ്ടില്ലേ, ഇങ്ങനൊരു പിക്ചർ. ഇത് ഫുള്ളായിട്ട് വന്നിട്ടില്ല, ഇത് ഒരു പിക്ചർ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇവൾക്ക് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ കാണുമ്പം ഇവൾക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. അല്ലാതെ ഇവൾക്കായിട്ട് അതിങ്ങനെ ഇതാക്കാനുള്ളവൾ ഇതായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ. കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കൊരു 4 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിരിക്കും, ഒരു 4-5 വയസ്സായ കുഞ്ഞുങ്ങൾക്കായിരിക്കും ഇത് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇത് എൻ്റെ അറൗണ്ട് 25 രൂപ ഒരു ബുക്കിന് വരുന്നുള്ളൂ. 2 ബുക്കുണ്ട്. അപ്പം ഇതാണ് ഇത്. ഇവളുടെ ഏജിന് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക് നല്ലതായിരിക്കും. ഇതും ഒരു 8/10 കൊടുക്കാം. പിന്നെ ഇവൾക്ക് ഇഷ്ടമുള്ളത് ഇത് ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് വെജിറ്റബിൾസ് ബുക്സാണ്. ഇത് അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഒന്നും മനസ്സിലാകത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവളിതിങ്ങനെ പടമൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ ആപ്പിളൊക്കെ ഇപ്പോൾ അവൾക്ക് ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ അവൾ ആപ്പിൾ എന്നൊക്കെ പറയും. അതൊക്കെ പിന്നെ ഞാൻ ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഹിസ്മോള ഇതെന്താ? ആപ്പിൾ. അത്രയും പറയും കേട്ടോ. അങ്ങനെയൊക്കെ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട്, കൊള്ളാം. ഇതും നമുക്കൊരു 8/10 കൊടുക്കാം. ഇത് ഒരു സോഫ്റ്റ് ടോയ് ആണ് കേട്ടോ. ഇത് ഒരു പൂച്ചക്കുട്ടിയാണ്. ഇത് കരയുന്ന സൗണ്ടൊക്കെ കേൾക്കും. ഇത് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കാത്തൂന്നും പറഞ്ഞ് അവൾ അത്രയും പെറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ടോയാണിത്. അതേപോലെ തന്നെ അവൾക്ക് ഇഷ്ടമുള്ളതാണ് ഈ പുലിക്കുട്ടി. ഇങ്ങനത്തെ കുറച്ച് ടോയ്സും അവൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതും അവൾ കുറച്ചധികം നേരം ഇരുന്ന് കഴിച്ചോളൂ. ഇതിനും ഒരു 10/10 കൊടുക്കാം, കാരണം ഇതങ്ങനെ വലിയ പ്രശ്നമുള്ള ടോയ്സ് ഒന്നുമല്ല, നല്ലതാണ്. പിന്നെ വരുന്നത് ഈ വണ്ടിയാണ് കേട്ടോ. ഇതും നല്ല കിടിലൻ സാധനമാണ്. ഇവിടെ 4 ഷേപ്സും വരുന്നുണ്ട്. ഈ 2 മിസ്സായിപ്പോയി. ഇങ്ങനെ ഷേപ്സ് ഇവിടെ ഗ്രേപ്സ്, മിൽക്ക് അങ്ങനെയൊക്കെ എഴുതിയിട്ടുമുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു ഫോൺ പോലെ 1 2 3 എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 1 2 3 ഒക്കെ ഉണ്ട്. ഇത് സ്റ്റിയറിങ് വരുന്നുണ്ട്. പിന്നെ വീല് ഇതിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങളൊക്കെ ഇടാം. ഇവിടെ ഒരു ഫോൺ പോലെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതും നല്ലതാണ് കേട്ടോ. ഇതും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓടിച്ചോളും. പിന്നെ പ്രശ്നമെന്ന് വെച്ചാൽ ഇവൾ ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ വീലിൻ്റെ ഇടയിൽ കാല് കയറാൻ ഉള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇടയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവൾ കരയും.
എന്നാലും കൊള്ളാം. ഓടിച്ച് അപ്പം ഓക്കെ. അപ്പം അതാണ്. ഇതും ഞാനൊരു 9.5/10 കൊടുക്കും. ഈ ഒരു കാല് ഇടയിൽ പെടും എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, പക്ഷേ നല്ലതാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പം നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പം എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള ടോയ്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.